തമിഴ്നാട്ടിൽ DMK സർക്കാരിനെ താഴെ ഇറക്കാതെ ഇനി താൻ ചെരുപ്പിടില്ല എന്നാണ് BJPയുടെ തമിഴ് ഘടകത്തിൻ്റെ പ്രസിഡന്റായ അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയും ചില വ്രതങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. 41 ദിവസത്തെ മറ്റോ ആണ് അത് തുടങ്ങിക്കഴിഞ്ഞു. എന്ത് സംഭവിക്കും? അത് നാടകീയമായ ഒരു അനൗൺസ്മെൻ്റ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ രാവിലെ 10 മണിക്ക് അദ്ദേഹത്തെ BJPയുടെ മറ്റ് നേതാക്കൾ ചാട്ടവാറിനടിക്കും 6 തവണ. അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ശിക്ഷ ഞാൻ സ്വയം ഏറ്റെടുക്കുകയാണ്. അതായത് ഒരു പെൺകുട്ടി ദയനീയമായിട്ട് ബലാത്കാരം ചെയ്യപ്പെട്ടു അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ. ശരി, ബലാത്കാരം നടക്കാറില്ല എന്ന് ചോദിച്ചാൽ നടക്കാറുണ്ട്, നടന്നുകൂടാത്തതാണ്, പക്ഷെ നടക്കാറുണ്ട്. അതിൽ തമിഴ്നാട് സർക്കാരിൻ്റെ അത് ഹാൻഡിൽ ചെയ്തൊരു സ്റ്റൈലുണ്ടല്ലോ. ഇത്തരം കേസുകളിൽ FIR പുറത്ത് വിടാൻ പാടില്ല. ഇവർ FIR പുറത്ത് വിട്ടു. സാധാരണ FIR എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റുണ്ട്. ഏത് സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും ഏത് FIR ഇട്ട് കഴിഞ്ഞാലും ഈ FIR എന്ന വെബ്സൈറ്റിലേക്ക് ഒരു കോപ്പി അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മധ്യപ്രദേശിൽ ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ FIR ഈ FIR എന്ന സൈറ്റിൽ നിന്ന് കിട്ടണം. ഇതാണ് ചട്ടം. അതേസമയം ആ ചട്ടത്തിൽ ഇളവും കൊടുത്തിട്ടുണ്ട്. സെൻസിറ്റീവായ കേസുകൾ FIR പ്രസിദ്ധീകരിക്കണമെന്നില്ല. സെൻസിറ്റീവായ കേസുകളെന്ന് പറഞ്ഞാൽ ഈ മതസ്പർദ്ധ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ. FIRൽ ഇയാൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വാക്കുകളൊക്കെ രണ്ടാമത് കാണുമ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ അടുത്ത മതസ്പർദ്ധ തുടങ്ങും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് സെൻസിറ്റീവ് കേസുകളിലെ FIR കൊടുക്കരുത്. അതിൽ പെടുന്നതാണ് ഈ ബലാത്സംഗം. ബലാത്സംഗത്തിലും ഈ സംഭവിച്ചതിൻ്റെ ഒരു ചെറിയ വിവരണം FIRൽ ഉണ്ടാവുമല്ലോ, കുറ്റത്തിൻ്റെ ചെറിയൊരു വിവരണം. അപ്പോൾ ആ വിവരണം തന്നെ ഈ അതിജീവിതയ്ക്കൊരു നാണക്കേട് പ്രശ്നമാണ്. ഇവർ അതിജീവിതയുടെ പേര്, ഫോൺ നമ്പർ, ഈ വിവരണം എല്ലാം ചേർത്തിട്ടങ്ങ് ലീക്ക് ചെയ്തു. FIR വെബ്സൈറ്റിലിട്ടോ എന്നെനിക്കറിയില്ല, ലീക്ക് ചെയ്തു എന്നാണ് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ലീക്ക് ചെയ്തത് ഈ FIRലെ ആ വിവരണം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് പെൺകുട്ടിയെ ഒന്ന് കുറ്റപ്പെടുത്തുന്നതാണ്. ഈ നമ്മുടെ നാട്ടിലെ ഒരു ന്യായം ഉണ്ടല്ലോ, അവൾ എന്തിനാ അവിടെ പോയി, ഇന്ന റോഡിൽ വെച്ചാണ്, ആ റോഡിൽ അവൾ പോകേണ്ട കാര്യം എന്താ? അല്ല, അവൾ പോയി എന്ന് വിചാരിച്ചിട്ട് അവളെ ബലാത്കാരം ചെയ്യാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പെണ്ണെന്തിനാണ് അവിടെ പോയത്? ഇതാണ് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിൽ ചോദ്യം. ഇവിടെ രാത്രി 9 മണിക്ക് ആ ഇടറോഡിൽ കൂടെ പോകേണ്ട കാര്യമെന്തായി പെണ്ണ്? അത് പറ ആദ്യം. ഇങ്ങനെ ചോദിക്കും. ഇത് വലിയൊരു ഹരാസ്മെൻ്റാണ്. ഒന്ന്, അവളുടെ ജീവിതം തകർന്ന് പണ്ടാടങ്ങി നിൽക്കുകയാണ് അവൾ. അതിൻ്റെ കൂടെ ഈ ചോദ്യത്തിനും കൂടെ മറുപടി പറയണം. അപ്പം ഇങ്ങനെ വിരൽ ചൂണ്ടുന്ന രീതിയിൽ ആ FIRൽ ഡിസ്ക്രിപ്ഷനുണ്ട്. അതാണ് അണ്ണാമലയെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. പിന്നെ CCTV ഇല്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു നിർഭയ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഡൽഹി നിർഭയ സംഭവത്തിന് ശേഷം പെൺകുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് പ്രത്യേക ഒരു ഫണ്ട് എല്ലാ സർക്കാരും കരുതണമെന്നാണ്. എല്ലാ സർക്കാരിനും അതിൻ്റെ കേന്ദ്രവിഹിതം ഒക്കെ വരും, അത് ചാപ്പിടും. ആ കഴിഞ്ഞു. നിർഭയയും മറന്നു, നിർഭയ ഫണ്ടും മറന്നു. അപ്പോൾ അണ്ണാമല ഇത് കുത്തിപ്പോക്കി. നിർഭയ ഫണ്ട് എവിടെ? CCTV വയ്ക്കണം എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് കാശില്ല എന്നാണ്. നിർഭയ ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കണം, അതിൻ്റെ കണക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഗതികേടിലായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ നിയമമന്ത്രി പറഞ്ഞു, 3 മാസം തമിഴ്നാട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ദേ വീണ്ടും തുടങ്ങി. കാരണം 3 മാസം ഇംഗ്ലണ്ടിൽ പോയിരുന്നു അണ്ണാമല, ഒരു കോഴ്സ് എന്തോ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ച് കുത്തിയാണ് ഇയാൾ പറഞ്ഞത്. അണ്ണാമലയെ തിരിച്ചു വന്നു, തലവേദനയും തുടങ്ങി. അണ്ണാമലൈ പറഞ്ഞു, അതെടൂ, തന്നെ ഉറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ 3 മാസം ഇല്ലാത്തപ്പോൾ താൻ സുഖമായിട്ട് ഇവിടെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു, ഇനി ഞാനത് സമ്മതിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, സമരത്തിൻ്റെ സ്റ്റൈല് അണ്ണാമലൈ മാറ്റി. ഈ അവിടെ ഇവിടെയൊക്കെ സത്യാഗ്രഹം നടത്തുക, നമ്മുടെ കേരളത്തിൽ ജലപീരങ്കി സമരമൊക്കെയാണ്. ഇതിൽ സംഭവിക്കുന്നത്, അണ്ണാമലൈ പറഞ്ഞു, പോലീസ് വ്യാപകമായിട്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ബസ്സിൽ കൊണ്ടുപോയിട്ട് വല്ല കല്യാണത്തിൻ്റെ ഹാളിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളി പുറത്തുനിന്ന് പൂട്ടും.
ഇതാണ് റിമാൻഡ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ പ്രവർത്തകരെ കഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇനിയുള്ള സമരം അതാത് പ്രവർത്തകൻ്റെ വീട്ടുമുറ്റത്തായിരിക്കും, റോഡ് സൈഡിൽ. അവിടെ സമരം നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകാൻ ഒരു ന്യായം കൊടുക്കാതെ, എന്നാൽ നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ ഈ സമരം അങ്ങ് സ്പ്രെഡാവും. സാധാരണ ഇതിലൊരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടറേറ്റിന് നേർക്ക് മാർച്ച്. അപ്പോൾ അവിടെയുള്ള കുറച്ച് പേർ, കളക്ടറേറ്റിനുള്ളിലുള്ളവർക്കും ആ പരിസരത്തുള്ളവർക്കും ഒരു കുറച്ച് നേരത്തെ ശല്യം, ഇത് മാത്രമേ ഉള്ളൂ. മറ്റതല്ല, ഇത് ഈ ശല്യം നാട് മുഴുവനുമാകും. 1000 പേര് കളക്ടറേറ്റിൽ വരുന്നതിന് പകരം 1000 പേര് അവരവരുടെ റോഡ് സൈഡിൽ നിന്ന് ബഹളം വയ്ക്കുകയാണെങ്കിലോ അതൊരു പുതിയ തരം ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇവരെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല, അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവർ വഴി തടയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പുതിയ ഒരു പരീക്ഷണം എന്ന് പറയാൻ പാടില്ല. ഹീ ഈസ് കൺവിൻസ്ഡ്. അണ്ണാമലൈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് അതിൽ ബോധ്യമുണ്ട്. അത് അദ്ദേഹം ചെയ്ത് കാണിക്കുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും വോട്ട് കാര്യമായിട്ട് വർദ്ധിച്ചു. ഇനിയിപ്പോൾ DMK സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഈ താഴെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നടന്നില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇത് പോയി കലാശിക്കുക. ദ്രാവിഡ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്നത്, ദ്രാവിഡമൊന്നുമില്ല, കാശുണ്ടാക്കുന്ന കുറേ കുടുംബക്കാർ, അതാണ് പരിപാടി. അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ, അവരുടെ ഗ്രിപ്പുണ്ടല്ലോ, ഗ്രൗണ്ട് ലെവലിൽ അവരുടെ ഗ്രിപ്പ് വർഷങ്ങളായിട്ട് അവരുണ്ടാക്കിയെടുത്തത്. അത് ഇവരുണ്ടാക്കിയതൊന്നുമല്ല, അതുണ്ടാക്കിയത് മറ്റേ അണ്ണ, പിന്നെ MGR, VR നെടുഞ്ചെഴിയൻ, ഇതുപോലെയൊക്കെ നല്ലൊരു ശതമാനം കരുണാനിധി, ഇവരൊക്കെ ചേർന്നാണ് ഈ ഗ്രൗണ്ട് ലെവലിൽ ഇത്രയും സ്വാധീനം ഉണ്ടാക്കിയത്. ഇപ്പം അതിൻ്റെ ഈ അച്ഛൻ മരം നട്ടതിൻ്റെ തണൽ മകന് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ അത് ആസ്വദിച്ച് ജീവിക്കുകയാണ് ഈ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ. അതിനപ്പുറത്തേക്ക് ഒരു സാധനം, അതിനപ്പുറത്ത് ഒന്നുമില്ല. വിത്തെടുത്ത് കുത്തി ജീവിക്കുകയാണ്. അപ്പോൾ അത് അധികകാലം നിൽക്കില്ല. ബട്ട് അതേസമയം BJPക്ക് കയറി വരാനായിട്ട് ഇതൊരു തടസ്സമാകും. ഇവരുടെ ഈ വോട്ട് ബാങ്കിലെ ബാലൻസ് ഉണ്ടല്ലോ, നിക്ഷേപം ഒരുപാട് കാരണവന്മാർ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിക്ഷേപം ഇവർ ദൂർത്തടിച്ച് തീരുകയും കുറേ ജനങ്ങൾ കണ്ടിട്ട് കൊണ്ടുപോകാം ഇവിടെ വെക്കട ഇവിടെ എന്ന് പറഞ്ഞ് ജനങ്ങൾ തിരിച്ചു മേടിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ BJPക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും തമിഴ്നാട്ടിൽ. ബട്ട് അതർവൈസ് അണ്ണാമലൈ ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, കർണാടക ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും BJP സ്ട്രഗിൾ ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ, കേരളത്തിൽ, തെലങ്കാനയിൽ, ആന്ധ്രയിൽ, എല്ലാ സ്ഥലത്തും BJP വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അവിടെയും കുറേ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഇതുപോലെ ഒരു ഭൂമികുലുക്കം സൃഷ്ടിക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കും. അണ്ണാമലൈ വലിയൊരു ആദ്യമൊന്നും ഇവർ ഗവനിക്കാറില്ലായിരുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളെപ്പോലെ തമിഴ് മാധ്യമങ്ങൾ അണ്ണാമലയെ മൈൻഡ് ചെയ്തില്ല. അണ്ണാമലൈ ഈ ഓൾ ഇന്ത്യ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൂടെയാണ് അണ്ണാമലൈ സ്വയം സ്വാധീനം ഉറപ്പിക്കുന്നത്. പിന്നെ ഇവർക്ക് അണ്ണാമലയെ കവർ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയായി. അങ്ങനെയാണ് അണ്ണാമലയെ മാധ്യമങ്ങൾ മാനിച്ചു തുടങ്ങിയത് തമിഴ്നാട്ടിൽ. അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു പരിലാളനയും ആ മനുഷ്യന് കിട്ടിയിട്ടില്ല. എല്ലാവരുമായിട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ബട്ട് ഹീസ് വെരി യങ്, നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്, IPS ആണ്, ഊർജ്ജസ്വലനാണ്, ആശയങ്ങളുണ്ട്, ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാം. ഇംഗ്ലീഷിലാണെങ്കിലും തമിഴിലാണെങ്കിലും ആരോഗ്യമുള്ളത് കൊണ്ട് ഇതുപോലത്തെ സ്ട്രീറ്റ് ഫൈറ്റിലും നേടാൻ അദ്ദേഹത്തിന് അറിയാം. അവിടെ വലിയൊരു മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കാമെന്ന്. പക്ഷേ ഇത്രയും ഈ DMK സർക്കാർ പുറത്തു പോകുന്നവർ ചെരുപ്പിടില്ല എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രോസസ്സല്ലേ? ആണ്, നീണ്ട പ്രോസസ്സാണ്. പല കാര്യങ്ങളും നീണ്ട പ്രോസസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പപ്പടം ചുട്ട് കാച്ചിയെടുക്കുന്ന പോലെ അങ്ങനെ ഭരണമൊന്നും കിട്ടില്ല. പ്രത്യേകിച്ചും തമിഴ്നാട് പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഈ പൊളിറ്റിക്സ് ഗ്രാസ് റൂട്ട് ലെവലിൽ പോയ പൊളിറ്റിക്സാണ് DMK, AIDMK ആണെങ്കിലും. അപ്പോൾ അത് ഇപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ കുറേശ്ശെ മാറി വരുന്നുണ്ട്. അപ്പോൾ അതിന് സമയമെടുക്കും. ആ സമയത്തോളം ചെരുപ്പില്ലാതെ നടന്നാൽ ഒരു കുഴപ്പം വരാനില്ല. തമിഴ്നാട്ടിൽ ഇപ്പോഴും ചെരുപ്പിടാതെ നടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. നമ്മൾ പട്ടണങ്ങൾ കാണുന്നതുകൊണ്ട് നമുക്കിത് അറിയുന്നില്ലേ ഉള്ളൂ.
ഗ്രാമങ്ങളിൽ പോകും. ഇപ്പോഴും കേരളത്തിലെ ഗ്രാമത്തിൽ ചെരുപ്പിടാത്ത ധാരാളം പേരില്ല. ഉണ്ട്. ചെരുപ്പ് അത്ര വലിയ കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ച് ഭാരതീയന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.